അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അൽബയാൻ പഠിതാക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞ മനുഷ്യനെ സൃഷ്ടിച്ചതും അതിൻ്റെ സന്താന പരമ്പരയെക്കുറിച്ച് പറഞ്ഞതുമെല്ലാം നമ്മൾ വിശാലമായി മനസ്സിലാക്കി. ഇതെല്ലാം പറഞ്ഞത് റബ്ബിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10-11 ആയത്തുകളാണ് പഠിക്കുന്നത്. ഈ ക്ലാസ്സിൽ പ്രധാനമായും ഈ ആയത്തുകളിൽ ഉൾക്കൊള്ളുന്നത് ഇതിനെയെല്ലാം നിഷേധിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പ്രവാചകനെ നിഷേധിക്കുന്ന, ഖുർആനിനെ നിഷേധിക്കുന്ന, അതിലെല്ലാം ഉപരി അന്ത്യദിനത്തിനെ നിഷേധിക്കുന്ന, വിചാരണയെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കുള്ള മറുപടിയായിക്കൊണ്ടാണ് ഈ ആയത്ത് പറയുന്നത്. ആയത്ത് നമുക്ക് കേൾക്കാം. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. വഖാലു, അള്ളാഹു പറയാണ്, അവർ പറയും. ആരാ അവർ? മുശ്രിക്കുകൾ. ആ മുശ്രിക്കുകൾ എന്താ? പരലോകത്തെ കളവാക്കിയവരാണ്. മാത്രമല്ല നബിയെ നിഷേധിച്ചവരാണ്, ഖുർആനിനെ നിഷേധിച്ചവരാണ്, ഏകദൈവത്തെ നിഷേധിക്കുകയും അതോടൊപ്പം തൗഹീദിനെ നിഷേധിക്കുകയും ചെയ്തവരാണ്. അവർ പറയുക തന്നെ ചെയ്യും. അതായത് അതിൻ്റെ വസ്തുത എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവരെന്താ പറയണത്? അവർ നിഷേധിക്കുന്നത് മറ്റൊന്നിനെയുമല്ല. അവർ നിഷേധിക്കുന്നത് മുൻകറുൽ ബഅസ്, അവർ നിഷേധിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് അവർ നിഷേധിക്കുക ചെയ്യുന്നത്. അവരോട് പരലോകമുണ്ട്, വിചാരണയുണ്ട്, സ്വർഗനരകങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ കളിയാക്കിയും നിഷേധിച്ചും അവരുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും മുന്നോട്ട് പോകുന്നു. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ചോദിക്കുകയാണ്, ഇതാ, അവർ പറയുന്ന വാചകം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറുപടി എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ, ആണോ, ആയാൽ എന്ന് വെച്ചാൽ അവിടെ ഒരു ചോദ്യമാണ്. ഹംസ എന്നത് ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാ എന്ന് പറഞ്ഞാൽ സന്ദർഭം. അപ്പോൾ ഇതാ, അങ്ങനെയാണോ, അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ലലൽന, ഞങ്ങൾ മറഞ്ഞു പോയി കഴിഞ്ഞാൽ, അതായത് മരിച്ചു മണ്ണായി പോകുമെന്നാണ് ഇവരുടെ എല്ലാം വിശ്വാസം. എന്നാൽ അവർ ചോദിക്കുകയാണ്, അതേ വിഷയം വച്ചിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ മരിച്ചു മണ്ണായി പോയാൽ, ഇതാ ലലൽന, നമ്മൾ മണ്ണായി ലയിച്ചു ചേർന്നു പോയി കഴിഞ്ഞാൽ എന്നാണ്. അതായത് ലല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക, ലയിച്ചു ചേരുക എന്നൊക്കെയാണ് അർത്ഥം. ഒരു പാലിലേക്ക് അല്പം വെള്ളമൊഴിച്ചാൽ ആ പാലിൽ വെള്ളം കലർന്നതായി നമുക്ക് യാതൊരു അടയാളവുമില്ല എന്നതുപോലെ ഒരു അടയാളവുമില്ലാത്ത രൂപത്തിൽ നശിച്ച് നാമാവശേഷമായി കഴിഞ്ഞാൽ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ. ഇദാ ലലൽന ഫിൽ അർളി, മണ്ണിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ, മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ, ഇന്നാ ലഫി ഖൽഖിൻ ജദീദ്, അവരുടെ ചോദ്യമാണ്. മക്കയിലെ മുശ്രിക്കുകൾ പരലോകത്തെ നിഷേധിക്കുന്നവരുടെ ചോദ്യമാണ്, ഞങ്ങൾ വീണ്ടും ഒരു പുതിയ ജന്മമായി ഉണ്ടായി വരുമെന്നാണോ നബിയെ താങ്കൾ പറയുന്നത്? അവർ നബിയൊന്നും വിളിക്കൂല എന്നത് വേറെ വിഷയം. നമുക്ക് ആദരവിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞതാണ് നബിയെ എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ച് ഇവരുടെ മറുപടിയാണ്, മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ, മണ്ണോട് മണ്ണു ചേർന്ന് കഴിഞ്ഞാൽ, ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെയും അതിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന ലനഊദു ബഅദ തിൽക്കൽ ഹാൽ, അതായത് മരിച്ചു മണ്ണോട് ചേർന്നല്ലോ, പിന്നെ അവിടെ ഒരു ജഡമുണ്ടായിരുന്നോ എന്ന്, ബോഡി ഉണ്ടായിരുന്നു എന്ന് അറിയാത്ത രൂപത്തിൽ മണ്ണുമായി ലയിച്ചു ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെയും നമ്മെ മടക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് അവരുടെ ചോദ്യം. അതായത് പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നവർ ആണോ അവർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി എന്താണ്? അള്ളാഹുവിൻ്റെ മറുപടി പറയാണ്, ബൽഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, പക്ഷെ അവർ എന്താണ് നിഷേധിക്കുന്നത്? ഈ വാദത്തിലൂടെ ഇവർ ഉന്നയിക്കുന്ന അവരുടെ വിശ്വാസവും അവരുടെ വാദവും എന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ്. ഇവിടെ പരലോകത്തെയല്ല അള്ളാഹു എടുത്തു പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്.
ബൽ പക്ഷേ ഹും അവർ തന്നെയാകുന്നു ബിലിഖാഇ റബ്ബിഹിം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കാഫിറൂൻ നിഷേധിക്കുന്നവരാണവർ. അവർ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെയാണ് അവിശ്വസിച്ചിരിക്കുന്നത്. കാരണം വിചാരണയുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കുള്ളിലൊരു പേടി വരാനുണ്ട്. വിചാരണയുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ നന്മ തിന്മകൾ തൂക്കി നോക്കി നന്മകൾക്ക് പ്രതിഫലമായി കൊണ്ട് നന്മയും അതുപോലെ തന്നെ തിന്മകൾക്ക് പ്രതിഫലമായി കൊണ്ട് നരകവും ശിക്ഷയും ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ ഉണ്ട് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവരുടെ നിലവിലെ വാദങ്ങളെല്ലാം പൊളിയുകയും അതിലൂടെ അവരുടെ അസ്തിത്വം തന്നെ, അവർ നിലകൊണ്ടുവന്നിരുന്ന അസ്തിത്വം തന്നെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇവിടെ നിഷേധിക്കുകയാണ്, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുകയാണ്. മണ്ണോട് മണ്ണ് ചേരുമെന്ന് മാത്രമാണ് അവർ വിശ്വസിച്ചിരുന്നത്, ബാക്കിയെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാത്തിനും കഴിവുറ്റവനാണ്. ഒന്നുമില്ലാത്തതിൽ നിന്ന് അള്ളാഹു മുൻമാതൃകയില്ലാതെ ഇതെല്ലാം പടച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരിക്കൽ ഉണ്ടാക്കിയ സാധനത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹ്ക്ക് പ്രയാസമുണ്ടെന്ന് പറയുക? ഒരു പ്രയാസവുമില്ലാതെ മുൻമാതൃകയില്ലാതെ ആകാശത്തെയും ഭൂമിയെയും അതിനിടയിലുള്ള സർവ്വ ചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് എന്തു പ്രയാസമാണ് ഇതിനെ വീണ്ടും പുനർജീവിപ്പിക്കാൻ? അത് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് ചോദിക്കാണ്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, ഇതിങ്ങനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അള്ളാഹു വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന, ശ്രവിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയമായിരുന്നില്ലേ നീ? അവിടെ നിന്ന് അള്ളാഹു സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ, പിന്നെ അത് രക്തപിണ്ഡമായി മാംസപിണ്ഡമായി അങ്ങനെ തുടങ്ങി ഒരു രൂപകൽപ്പന അള്ളാഹു ചെയ്തിട്ടില്ലേ? ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, ഒരാണായി പെണ്ണായി നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ലേ എന്നുള്ള ചോദിച്ചിട്ട് അവസാനം പറയാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗത. ഇങ്ങനെയെല്ലാം സൃഷ്ടിക്കാൻ കഴിവുറ്റവനായ അള്ളാഹുവിന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പ്രയാസമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നാൽ ആ മൂഢമായ ധാരണയെ മാറ്റി അള്ളാഹു അതിനുള്ള കഴിവുറ്റവനാണ് എന്ന് വിശ്വസിക്കണം, അത് മനസ്സിലാക്കണം. അവനാണ് മുഅ്മിൻ, അവനാണ് വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നിസ്കാരവും അതുപോലെ തന്നെ സ്വതക്കയും ദാനധർമ്മങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് ഇതെല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ അവൻ്റെ വിശ്വാസം ക്ലിയർ ആകണം. ആ വിശ്വാസം എന്താണ്? ഗൈബിലുള്ള വിശ്വാസമാണ്, അദൃശ്യത്തിലുള്ള വിശ്വാസമാണ്. അള്ളാഹു ഉണ്ട്, വിചാരണയുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഖബർ ശിക്ഷയുണ്ട്, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ഗൈബിയായ അദൃശ്യമായ വിശ്വാസങ്ങളും ഇസ്ലാം പഠിപ്പിച്ചതിനെ അംഗീകരിക്കുന്നവനാണ് ശരിയായ വിശ്വാസി എന്നാണ്. അപ്പോൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുക എന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അത് നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറും ന്യായങ്ങൾ മാത്രമായി അവരുടെ വായുകൾ അവരുടെ നാവുകൾ കൊണ്ട് പറയുന്ന വെറും വർത്തമാനം മാത്രമാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ് പരലോകമെന്നുള്ളത്. നമ്മുടെ ഈ മരണം കഴിഞ്ഞ് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഒന്നുമില്ലാതെ മുൻമാതൃകയില്ലാതെ അള്ളാഹുവിന് നമ്മെ സൃഷ്ടിക്കാൻ കഴിയുണ്ടെങ്കിൽ ആ റബ്ബിന് വീണ്ടും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നാണ്. മാത്രമല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുമാണ് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല മറുപടിയായിക്കൊണ്ട് പറയുന്നത്. ആ ആയത്ത് നമുക്ക് കേൾക്കാം. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. 10-ാമത്തെ ആയത്തിൽ ബഹുദൈവ വിശ്വാസികൾ, പരലോക നിഷേധികൾ അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് മരിച്ചു മണ്ണായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന വാദം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പറഞ്ഞത് ബൽഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ അവർ നിഷേധിക്കുന്നു എന്നതിനെയാണ് അള്ളാഹു പ്രത്യേകമായി അവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇനി എന്താണ് ഇവരുടെ വാദത്തിൽ ഇവർ മുഴുകി നിന്നാൽ സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് അടുത്ത ആയത്തിൽ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. ഖുൽ യതവഫാക്കും, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ നിഷേധിക്കുന്ന നിഷേധകരായ ആളുകളോട് പറഞ്ഞു കൊടുക്കുക, യതവഫാക്കും നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കും.
അല്ലദീ വുക്കില ബിക്കും, നിങ്ങളുടെ വിഷയത്തിൽ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക് നിങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന ഒരു സന്ദർഭമുണ്ടാകും. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, നിങ്ങൾ ഏതൊരു വിഷയത്തെയാണോ നിഷേധിച്ചു കൊണ്ടിരുന്നത്, ബൽഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ എന്നാണ്. എന്നാൽ അള്ളാഹു പറയാണ് സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, നിങ്ങളാ നിഷേധിച്ചു കൊണ്ടിരുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ എത്തുന്ന, അതായത് നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെയാണ് നിഷേധിച്ചിരുന്നത്, പക്ഷേ ആ റബ്ബിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ തിരിച്ചു മടക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ആ വചനം സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ എന്നാണ്. അവിടെ സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ എന്ന ഭാഗത്തെ എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മാത്രമാണ് മടക്കപ്പെടുന്നത് എന്നതാണ് അതിന് അർത്ഥം കൊടുക്കാൻ കഴിയും. കാരണം ഹസറിൻ്റെ അർത്ഥം ഇവിടെ തുർജഊൻ എന്ന ആ ഒരു ഫിഅല് രണ്ടാമത് കൊണ്ടുവന്നിട്ട് അതിനെ മുന്തിക്കുകയും പിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഭാഷാപരമായ ക്രമീകരണം എന്നുള്ളത് അത് മാത്രമെന്ന ഹസറിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നതുകൊണ്ട് തന്നെ അവിടെ അള്ളാഹുവിലേക്ക് മാത്രമാണ് ഇനി നിങ്ങളെ മടക്കാൻ പോകുന്നത്. മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബിലേക്ക് മാത്രമാണ് മടക്കം. മരിച്ചു മണ്ണ് ചേർന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിക്കേണ്ടതില്ല. റബ്ബിലേക്ക് മാത്രമാണ് ഒരു സൃഷ്ടി, ഇനി നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടികളും നിങ്ങൾ ആരാധ്യന്മാരായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു ആരാധ്യന്മാരും നിങ്ങളെ രക്ഷിക്കാൻ ഉണ്ടാവില്ല. അവരുടെ അടുക്കലേക്കുമല്ല പോകുന്നത്, മറിച്ച് പോകുന്നത് ആരുടെ അടുക്കലേക്കാണ്? ലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് എന്നാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തത് മരണമെന്ന ഒരു യാഥാർത്ഥ്യം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഞാനും നിങ്ങളും എല്ലാവരും മരിക്കും. ആ മരണത്തിന് മുന്നോടിയായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം എന്നത് വളരെ പ്രധാനമാണ്. ഇനി ആ മരണ സന്ദർഭത്തിൽ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുന്നതാരാണ്? അത് മലക്കുൽ മൗത്താണ്. വിശുദ്ധ ഖുർആനിൽ 2-3 സ്ഥലങ്ങളിൽ ചില വിഷയങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു മരിപ്പിക്കുമെന്നും അതുപോലെ തന്നെ ഒരു കൂട്ടം മലക്കുകൾ വന്ന് റൂഹിനെ പിടിക്കുമെന്നും, അല്ല ഇങ്ങനെ ഈ പറഞ്ഞ വചനം തന്നെ സുമ്മ ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദി, ഇവിടെ മലക്കുൽ മൗത്ത് എന്ന ഒരു മലക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ 2-3 വിഷയങ്ങൾ ഒരേ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തമായ ആയത്തിലൂടെ പറയുമ്പോൾ ഇതിനെല്ലാം ജംഅ് ചെയ്തുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് മലക്ക് വരുന്നത്. റൂഹ് പിടിക്കുന്നത് മലക്കുൽ മൗത്താണ്. ആ മലക്കുൽ മൗത്തിൻ്റെ കൂടെ റൂഹിനെ സ്വീകരിക്കാനും കൊണ്ടുപോകാനും മറ്റു മലക്കുകൾ കൂടെ ഉണ്ടാകും. ഇത് 3നെയും ഒരുമിച്ച് പണ്ഡിതന്മാർ ഈ ഒരു രൂപത്തിൽ വിശദീകരണം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരും. മലക്കുകളാണ് സ്വീകരിച്ചുകൊണ്ട് വാനലോകത്തേക്ക് പോകുന്നത്. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, നല്ല റൂഹാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള പുടവയായിരിക്കും, സുഗന്ധം വമിക്കുന്ന നല്ല പുടവയുമായി കൊണ്ടായിരിക്കും മലക്കുൽ മൗത്ത് വരുന്നത്. എന്നാൽ മോശപ്പെട്ട ആത്മാവാണെങ്കിലോ മോശപ്പെട്ട ഗന്ധം വമിക്കുന്ന അത്തരത്തിലുള്ള കഫം പുടയുമായി കൊണ്ടായിരിക്കും മലക്കുൽ മൗത്ത് വരുന്നത് എന്നാണ്. ഇനി ഇവിടെ മലക്കുൽ മൗത്ത് എന്ന് പറയുന്നതിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഷഖ്സുൻ മുഅയ്യനുൻ മിനൽ മലായിക, മലക്കുകളിൽ നിന്ന് പ്രത്യേകമായ ഒരു മലക്കിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ ഒരു മലക്കാണ് റൂഹിനെ പിടിക്കുന്നത്. അപ്പോൾ ചില റൂഹുകളാകട്ടെ പുറത്തേക്ക് വരാൻ പ്രയാസപ്പെടും. ആ ഒരു സമയത്ത് ഈ മലക്കുൽ മൗത്തിനെ സഹായിക്കാനും പുറത്തേക്ക് എടുക്കാനും കൂടെയുള്ള മലക്കുകൾ ഉണ്ടാകും എന്ന വിശ്വാസം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ഇനി മലക്കുൽ മൗത്ത് എന്നത് അസറായിലാണ് എന്ന ചില അന്ധവിശ്വാസങ്ങൾ, ചില സംസാരങ്ങൾ, ചില അഭിപ്രായങ്ങൾ പലയിടത്തും കാണാൻ കഴിയും. എന്നാൽ അതിന് യാതൊരു നിലക്കും അടിസ്ഥാനമില്ല, പ്രമാണം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസിലും എല്ലാം കാണാൻ കഴിയുന്നത് മലക്കുൽ മൗത്ത് എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു പാഠമാണ് മരണാനന്തരം ജീവിതമുണ്ട് എന്നത്. അത്തരത്തിലൊരു നീതിയുടെ ലോകമുണ്ടെങ്കിലേ നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ ദുനിയാവ് എന്നത് ഒരിക്കലും ഒരു നീതിയുടെയോ ന്യായത്തിൻ്റെയോ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. സമ്പത്തുള്ളവൻ ഒരുപക്ഷെ രക്ഷപ്പെടാം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ നിരപരാധികളായ ആളുകൾ അവർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. ഇവർക്കെല്ലാം നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ലോകമുണ്ടാകണം. ആ ലോകമാണ് പരലോകം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യദ്ലിമു മിസ്ഖാല ദർറ, ഒരൽപ്പം, ഒരു അണുമണി തൂക്കം പോലും അള്ളാഹു
അനീതി കാണിക്കുകയില്ല, നീതി മാത്രം നടപ്പിലാക്കപ്പെടുന്ന ലോകമാണ് പരലോകം. ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ആരാണോ അണുമണിത്തൂക്കം നന്മ ചെയ്തത് അവർക്ക് പ്രതിഫലമുണ്ട്. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, ആരാണോ അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുള്ളത് അത് നാളെ പരലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ, പരലോകത്ത് വിജയിക്കാൻ നന്മകളുമായി കൊണ്ട് മുന്നോട്ട് പോകണം. അത് ക്യാമ്പസിലാകട്ടെ, ഏത് സന്ദർഭങ്ങളിലാകട്ടെ, ഹോസ്റ്റൽ ജീവിതത്തിലാകട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ നന്മകളുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.